കണ്ടോ, ഇന്ന് നമ്മുടെ മീൻ കറി വെക്കാനാണ്. ഇത് കിരിയ മീനാട്ടോ, ചെറിയ മീനായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കൂടെ പൊളിച്ചപ്പോഴത്തേനും അതിൻ്റെ ഇഴപ്പൊക്കെ തിരിഞ്ഞു. എന്നാലും കുറച്ച് തൊലിയും പൊളിച്ച് കളഞ്ഞ് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി വാരി കൊണ്ട് വെച്ചിരിക്കുന്ന മീനാണ്. അപ്പോൾ അതിന് നമുക്കിന്ന് മുരിങ്ങക്കായിട്ട് കറി വെക്കാം, ചാറ് വയ്ക്കാം. തക്കാളിക്ക, മുരിങ്ങക്ക, 5 ഇഞ്ച് കഷ്ണം, പിന്നെ ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് ചുവന്നുള്ളി. ഇത് ഇത്രയൊന്നും വേണ്ട, അരിഞ്ഞുകൊണ്ട് വെച്ചെങ്കിലും പിന്നെ ഇച്ചിരി ക്യാരറ്റിൻ്റെ മെഴുക്കുവരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മാത്രം എടുത്ത് നമ്മൾ മീനിനെടുക്കുവേ. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പില ഒരു ശകലം, ഇന്നലത്തെ കറിവേപ്പില കേട്ടോ, വാടിയതാ എന്നാലും ഉണ്ട്. പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. തക്കാളി ഉണ്ടെങ്കിലും തക്കാളിയുടെ പുളിയൊന്നും പോരാ മീനിന്. അതുകൊണ്ട് നല്ല കുടംപുളി വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന, കഴുകി വാരി വെള്ളം ഒഴിച്ചിരിക്കുന്നതാണ്. അപ്പോൾ മൺചട്ടിയല്ല വെച്ചിരിക്കുന്നത്. ഇത്ര സാധനങ്ങളൊക്കെ വേകണമെങ്കിൽ മൺചട്ടിയിലിട്ട് നമുക്ക് വഴറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്ര സാധനം ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെറൈറ്റി മീൻകറി ഉണ്ടാക്കാം. ഇതുണ്ട് പച്ചമുളകും, എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി പച്ചമുളക് അരി ഇട്ടേക്കുന്നത്. ആ പച്ചമുളകിന് ശകലം പോലും എരിവില്ല ഈ ഇട്ടേക്കുന്നത്. പിന്നെ ഈ എരിവില്ലാത്ത പകുതി എരിവുള്ള പച്ചമുളക് കറിക്കകത്ത് മീൻ കറിക്കകത്ത് എടുത്ത് കഴിക്കാൻ നല്ല രുചിയുണ്ട് കേട്ടോ. ആ മീനിൻ്റെ ഒരു ടേസ്റ്റ്, പുളി, ഉപ്പ്, മുളക് പൊടിയുടെ എരിവ് എല്ലാം കൂടെ ചെയ്യുമ്പോൾ അതിന് രുചി കൂടുതലുണ്ട് ആ മുളക് കഴിക്കാൻ. അല്ലാതെ ഈ എരിവുള്ള മുളകാണല്ലോ എടുത്ത് കളയുമൊന്നും വേണ്ട. ഇനി നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. ഈ തക്കാളിക്ക് നന്നായിട്ട് ചേർത്ത് ഈ അരപ്പും ഒക്കെ ആയിട്ട് ഇനി ഉടഞ്ഞു വരണം. എല്ലാ കൂട്ടും വഴറ്റിയെടുത്തു, വെള്ളം ഒഴിച്ചു, പിന്നെ മുരിങ്ങക്കായും ഇടാം. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. മീനിൽ ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം നമുക്ക്. അതൊന്ന് അരപ്പ് വെള്ളത്തിനകത്തൊന്ന് മുങ്ങി നിൽക്കട്ടെ. അപ്പോൾ മുരിങ്ങക്കായും നന്നായിട്ട് വെന്തു കേട്ടോ. അതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് തിളച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻ പെറുക്കിയിട്ടു കേട്ടോ. കഴുകി പിഴിഞ്ഞ് വെച്ചിരുന്ന മീനാണ്. പിഴിഞ്ഞെന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരട്ടെ കേട്ടോ. മുരിങ്ങക്കായും തക്കാളിയും ചേർത്തുള്ള കിരിയാൻ മീൻ കറി വെച്ചത് റെഡിയായി കേട്ടോ. അതിൻ്റെ പുളിയെല്ലാം നമ്മൾ കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുളി കൂടിയായിരുന്നു. ഇനിയും കൂടെ പുളി അതിനകത്ത് കിടന്നാൽ ഒരു കർണിപ്പുണ്ടാകും.